പ്രേക്ഷകരെ എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് ക്ഷണം. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ രാത്രിയിൽ വെനിസ്വേലയിൽ 7.5 മാഗ്നിറ്റ്യൂഡുള്ളൊരു എർത്ത് സംഭവിച്ചിരിക്കുന്നു. ഭീകരമായൊരു രാത്രിയാണ് വെനിസ്വേല കടന്നുപോയത്. വെനിസ്വേലയും വെനിസ്വേലയുടെ ചുറ്റുപാടുമുള്ള സമൂഹവും അതിഭയങ്കരമായ ശക്തിയേറിയ ഒരു ഭൂകമ്പത്താൽ നിരവധി വീടുകൾ, സ്ട്രക്ചറുകളും നിലംപതിക്കുകയും ജീവാപായം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു. രക്ഷപ്പെടുത്തൽ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ എർത്ത് 7.5 മാഗ്നിറ്റ്യൂഡാണ്. വെനിസ്വേലയും അതിൻ്റെ സമീപ പ്രദേശങ്ങളും കരീബിയനും അരൂബായും അതേപോലെ കരീബിയൻ ദ്വീപസമൂഹത്തൊക്കെ ഈ എർത്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എർത്ത് സാധാരണ ഉണ്ടാകാവുന്ന ഒരു ബെൽറ്റിലാണ് വെനിസ്വേലയും കാരാക്കാസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. കാരാക്കാസ് വെനിസ്വേലയുടെ ക്യാപിറ്റലിലെ ബിഗ് സിറ്റിയാണ് കാരാക്കാസ്. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ തകർന്നടിഞ്ഞ് നിരവധി ജീവാപായങ്ങൾ സംഭവിച്ചു. ഇതിൽ എർത്ത് റെസിസ്റ്റൻ്റ് കെട്ടിടങ്ങൾ പോലും തകരാറിലാവും. അപ്പോൾ റെസിസ്റ്റൻസും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള പാവങ്ങളുടെ കെട്ടിടങ്ങളും കുടിലുകളും റോഡുകളും എല്ലാം നശിച്ച് ധാരാളമായ ഭയങ്കരമായ അതിഭീകരമായ ഒരു രാത്രിയാണ് കടന്നുപോയതെന്നാണ് കാരാക്കാസ് നിവാസികൾ പറയുന്നത്. ജനങ്ങളെല്ലാം ഇറങ്ങി ഓടി പേടിച്ച് ഭയന്ന് പുറം പ്രദേശങ്ങളിലൊക്കെ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സെക്കൻഡുകൾ നീണ്ടു നിന്ന ഒരു ഭൂകമ്പമായിരുന്നുവെങ്കിൽ കൂടിയും വളരെയധികം ഡെവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള വൈഡ് സ്പ്രെഡ് ഡാമേജ് ഉണ്ടായി. വളരെയധികം നാശനഷ്ടങ്ങളും മൊത്തത്തിലുണ്ടായി. പൊടിപടലങ്ങളും തീയും കൊണ്ട് പാനിക്കായി ജനങ്ങൾ അക്ഷമരായി ജീവന് വേണ്ടി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന സീനുകളാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഇതിലും വലിയ ഭൂകമ്പങ്ങളൊക്കെ ജപ്പാനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2004 ഭൂകമ്പം വരുത്തിവെച്ച വിനാകൾ നമുക്കറിയാം. സുനാമി ഉണ്ടായി എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു. 1000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉണ്ടായതാണ്, ഗൾഫിലുമൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യജീവിതം പ്രകൃതിയുടെയും ശക്തിയുടെയും മുന്നിൽ ഒന്നുമല്ല. പ്രകൃതി ശക്തിക്ക് മുന്നിൽ മനുഷ്യജീവൻ വെറും ഒരു നിസ്സാരക്കാരനാണ് എന്നുള്ള തോന്നലും അതാണ് സംഭവമെന്ന് നമുക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നു. മനുഷ്യൻ കള്ളത്തരത്തിലും കൊള്ളയിലും തട്ടിപ്പിലും കൊലപാതകത്തിലും പാവം പിടിച്ച യുദ്ധത്തിലും കുഞ്ഞുങ്ങളെയും കൊച്ചുകുട്ടികളെയും സ്ത്രീജനങ്ങളെയും നിരാലംബരാവരെയും കൊന്നൊടുക്കുന്നതായി മഹായുദ്ധങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞ് ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യൻ്റെ നിസ്സാരതയെ ഇത് വിളിച്ചോതുന്നു. അപ്പോഴാണ് ജാതിയും മതവും വർഗവും പറഞ്ഞ് തമ്മിത്തല്ലിച്ച് കട്ടുമുടിച്ച് കൊള്ളയടിച്ച് പാവങ്ങളെ കൊള്ളയടിച്ച് ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ള തരത്തിൽ പാവങ്ങളുടേത് കൊള്ളയടിച്ചു കൊണ്ടിട്ട് ഓരോ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഓരോ സമൂഹങ്ങളും തേർവാഴ്ച നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഔട്ട്.